ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് എൻ്റെ ഒരു ചെറിയ മോർണിംഗ് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ജസ്റ്റ് എണീറ്റ് വരുന്ന ഒരു 7-7:30 കാണും സമയം. കണ്ണൊക്കെ തിരുമ്മി മെല്ലെ എണീറ്റ് വരുന്നതേ ഉള്ളൂ. അന്ന് പുറത്തോട്ടേക്ക് ഒന്ന് നോക്കി കൊള്ളാം, ഇനി നമുക്ക് മെല്ലെ പല്ല് തേക്കാനായിട്ടൊക്കെ പോകാം. ഇങ്ങനെ ഇറങ്ങി വന്നപ്പം നമ്മുടെ കോഴികൾ അവിടെ തീറ്റയൊക്കെ തിന്നാണ്ട് നമ്മൾ രാവിലെ തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ ആട് നിൽപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് തുണിയൊക്കെ അലക്കായിട്ടിട്ടുണ്ടായിരുന്നു. തുണി കലക്കും ഗൈസ്. അപ്പോൾ അവയ്ക്കൊന്ന് പോയി നോക്കി. അതിന് നമുക്ക് പല്ല് തേപ്പിലേക്ക് കിടക്കാം. കോഴികളെ ഇങ്ങനെ നോക്കി പേസ്റ്റൊക്കെ എടുത്ത് പല്ലുകൾ വെളുപ്പിക്കാനായിട്ട് ഇറങ്ങുകയാണ്. മനസ്സോടെ പല്ല് തേക്കുന്ന രീതിയൊക്കെ ഉണ്ട്, ഒന്നും മൈൻഡ് ചെയ്യണ്ട. അങ്ങനെ ക്ലീനൊക്കെ എടുത്തു. ആദ്യമായിട്ടായിരിക്കും ഗൈസ് ഞാൻ ക്യാമറ നോക്കി പല്ല് തേക്കുന്നത്. ഇന്ന് എന്തായാലും അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പല്ലൊക്കെ തേക്കുകയാണ്. എന്തൊക്കെയോ ആലോചിച്ചൊക്കെയാണ് തേക്കുന്നത്. ഇനി നമുക്ക് കിട്ടിയൊരുങ്ങാം ഗൈസ്. ആദ്യമേ കുറച്ച് ലിബാം, വാസലിൻ്റെ ലിബാമാണ് ഞാൻ ഇട്ടത്. ഇനി കുറച്ച് സിറം ആവാം. ഡോക്ടറിൻ്റെ നയാസിനമൈഡാണ്. അതൊക്കെ നമ്മളിങ്ങനെ ഫേസിലങ്ങ് വാരി അങ്ങ് തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പോകണ്ടേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നന്നായിട്ട് തേച്ചങ്ങ് പിടിപ്പിച്ചു. അടുത്തത് നമുക്ക് ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ന്യൂട്രിഡേമിൻ്റെ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതും അങ്ങോട്ട് തേച്ചങ്ങ് പിടിപ്പിക്കുക മുഖത്ത്. നന്നായിട്ടങ്ങ് തേച്ച് പിടിപ്പിക്കുക. അത് കഴിയുമ്പോൾ അടുത്തത് നമ്മളുടെ സൺസ്ക്രീൻ. അതില്ലാണ്ട് നമുക്കൊരു ജീവിതമില്ലല്ലോ. എല്ലാവരും പറയും ദാറ്റ്സ് വെരി യൂസ്ഫുൾ. ഓഫ് കോഴ്സ് നല്ലതാണ്. ഡെംഡോക്കിൻ്റെ തന്നെ അൾട്രാ വയലറ്റ് ഫോർ ഇന്ത്യൻ സ്കിന്നിൻ്റെ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മോയ്സ്ചറൈസർ ഇടാം. സെറ്റാഫിലിൻ്റെ. ദേഹത്തെല്ലാം മോയ്സ്ചറൈസറൊക്കെ ഇട്ട് അരി അങ്ങ് പൊത്തുക. നമുക്കൊരു ചായ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അപ്പവും കടലക്കറിയാണ്. സോ അതൊക്കെ കഴിച്ച് ഇതോടെ എൻ്റെ മോർണിംഗ് റൊട്ടീൻ ഇവിടെ തീർന്നു.